ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാല് ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. പാൽ 1/2 കപ്പ് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴയ്ക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിങ്ങെടുക്കാം. അത് മതി. നല്ല സ്മൂത്തായിട്ട് ഉള്ള ഡൗ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതൊഴിച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 ഉരുളയും ഓരോ ഉരുളയെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കയ്യിൽ വെച്ച് ഒന്ന് പരത്തി ഈ ഓയിലിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് പരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ 4 ഉരുളകളും ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തി ഓയിലൊന്ന് നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് കിടത്താം. അതുപോലെ തന്നെ നമുക്ക് വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കുഴിയാക്കി കൊടുക്കാം കേട്ടോ എല്ലായിടത്തും. അപ്പോൾ 4 ഉരുളകളും പരത്തി കുഴിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ആ കുഴിയിലേക്ക് കുറച്ച് ഓയിലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, എന്നാലും അതിലൊന്ന് കിടക്കാനായിട്ട്. അത് നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ ഈ ഒരു മാവ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ. അത് മതി. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ അടച്ചു വെച്ച് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞതാണ്, ഒരു പകുതി തക്കാളി, സവാള എടുക്കുന്നതിൻ്റെ പകുതിയോളം തക്കാളി എടുക്കാം, ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പം അന്നുണ്ടാക്കിയില്ലേ നമ്മൾ മയോണൈസ്, എഗ്ലെസ് ആയിട്ടുള്ള ഓയിൽ ചേർക്കാത്ത മയോണൈസാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ സീസണിങ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള് ഉപ്പ് അധികം ചേർക്കണമെന്നില്ല, കാരണം നമ്മുടെ മയോണൈസിലും ടൊമാറ്റോ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാകും. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടങ്ങ് മിക്സ് ചെയ്യാം. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇത് മാത്രം ചെയ്തിരുന്നാൽ മതി. ഇനിയിപ്പം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. അത് മതി. ഇതാണ് നമ്മുടെ ഫില്ലിങ്. അതിപ്പം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത് നോക്കുമ്പം ശരിക്കും നന്നായിട്ട് മനസ്സിലാവും ആ ഒരു സ്മൂത്ത്നെസ്. നമുക്കിതെടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അങ്ങ് പരത്തി കൊടുക്കാം. കൈ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് പരത്തി എടുക്കാനായിട്ട് പറ്റും. റോളിംഗ് പിൻ കൊണ്ട് പരത്തണമെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. കഴിയുന്നത്ര നൈസാക്കി പരത്തിയെടുക്കാം. ഇപ്പം കീറിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഇത് കുതിർത്ത് വെച്ച ഓയിലില്ലേ, അതെടുത്ത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊരു സൈഡിൽ നിന്ന് എടുത്ത് മടക്കി ഇങ്ങനെ വെക്കാം. മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് പരത്തിയൊന്ന് വെച്ചിട്ടുണ്ട്. ഫില്ലിങ് തന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുകയാണ്. ചീസ് ഇല്ലെങ്കിൽ വെക്കണമെന്നില്ല, അല്ലെങ്കിൽ ഗ്രേറ്റഡ് ചീസ് ആയാലും അതിട്ട് കൊടുത്താലും മതി. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മളതെല്ലാം എടുത്ത് വെച്ച് വേറെ ഓയിൽ എടുത്തില്ല, നമ്മൾ ആദ്യം എടുത്ത് വെച്ചില്ലേ, ആ ഓയിൽ തന്നെയാണ് എടുത്ത് തേക്കുന്നത്. നമുക്കിതെടുത്ത് ഇങ്ങോട്ടങ്ങ് മടക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കതങ്ങ് സീൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചീസ് മെൽറ്റായിട്ട് അത് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ദോശക്കല്ലിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളത് റെഡിയാക്കി വെച്ചത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ആ സൈഡ് നല്ല മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അത് ആയിട്ടുണ്ട്. നമുക്കതിങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്തതൊന്ന് പരത്തിയെടുക്കാം. അതേപോലെ തന്നെ അങ്ങ് പരത്തി നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും പരത്താം കേട്ടോ. പരത്തിയിട്ടുണ്ട്. കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കട്ടിങ് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി എല്ലായിടത്തും ഒന്ന് കുറച്ചൊന്ന് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് തിരിച്ചങ്ങ് മടക്കി അങ്ങ് എടുത്ത് കൊടുക്കാം. ചീസ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ഇവിടെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അത് മതി. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. അതുമാത്രമല്ല, എല്ലാം റെഡിയാക്കി വെച്ച് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഒരു 3-4 എണ്ണം ഒരുമിച്ച് ഒരു ദോശക്കല്ലിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ. ചതുരത്തിൽ ഉണ്ടാക്കിയില്ലേ, അതൊന്ന് മുറിച്ച് കാണിക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. എന്നാൽ മുകൾ ഭാഗത്തിനൊരു ക്രിസ്പിനെസ്സും ഉണ്ട്. എനിക്ക് ശരിക്കും ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കിയതാട്ടോ ഇഷ്ടം. അപ്പോൾ ബാക്കി കൂടെ ഞാൻ സ്ക്വയർ ഷേപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാണെങ്കിലും തണുത്ത് കഴിഞ്ഞാലും ഇതേ സോഫ്റ്റ്നെസ് ഉണ്ടാവും.
ഇത് നമ്മൾ കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിച്ചാൽ മതി. ഒന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ പിസ്സ പോക്കറ്റൊക്കെ കഴിക്കില്ലേ, അതുപോലെ ആ ഒരു ടേസ്റ്റാണ്. ഡോമിനോസ് എന്നൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലും ഇത് തന്നെ മതി എന്ന് പറയും കുട്ടികളൊക്കെ. ഇത് നമ്മൾ രണ്ടാമതുണ്ടാക്കിയത്, അതും നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞു വീഡിയോ എടുക്കാനായിട്ട്. അതും അതേപോലെ തന്നെ ടേസ്റ്റിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ഒരുപോലെ തന്നെയാണ്, കാണാനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് റെസിപ്പി അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.